ആഗോള അയ്യപ്പ ഭക്ത സംഗമവുമായി സംസ്ഥാന സർക്കാർ ഒരു വശത്ത് സാധാരണ ഭക്തരെ വെല്ലുവിളിച്ച് മുന്നോട്ട് തന്നെ പോവുകയാണ്. പമ്പയിൽ സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ ഈ സംഗമം നടത്തുമ്പോൾ മലയേറിയ സമൂഹത്തോട് ഇവർ നീതി നിഷേധം കാണിക്കുന്നു എന്ന് പറയാതെ വയ്യ. ഇത് ചർച്ച ചെയ്യാതിരിക്കാനുമാകില്ല. തങ്ങളുടെ പൂർവികർ പിന്തുടർന്ന അവകാശങ്ങൾ തട്ടിയെടുക്കാനുള്ള ഗൂഢനീക്കമാണിത് നടക്കുന്നതെന്ന് മലയേറിയ സഭ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായി. ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമം സർക്കാർ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ഇത് ബഹിഷ്കരിക്കുന്നു അല്ലെങ്കിൽ ഇതിൽ പങ്കെടുക്കുന്നില്ല എന്ന് തുറന്നു പറഞ്ഞ് ആദ്യം രംഗത്ത് വന്നത് മലയേറിയ സഭ എന്നത് ഓർക്കുക. അവരുടെ അവകാശങ്ങൾ തട്ടിയെടുക്കാനുള്ള സർക്കാരിൻ്റെ നീക്കമാണ് ഈ സംഗമം എന്നുള്ള തിരിച്ചറിവാണ് ഇപ്പോൾ സഭ മുന്നോട്ട് വയ്ക്കുന്നത്. സാധാരണ ഭക്തർ, സാധാരണ ജനങ്ങൾ ഇത് കാണുക. അരുൺ കൊടുങ്ങൂർ കൂടുതൽ വിവരങ്ങൾ നൽകും. അരുൺ, എന്താണ് അവരുടെ ആവശ്യങ്ങൾ? അതോടൊപ്പം തന്നെ ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തെ ചൊല്ലിയുള്ള വ്യാകുലത അല്ലെങ്കിൽ അതെന്തിനാണ് നടത്തുന്നത് എന്നുള്ള സംശയമൊക്കെ ബലപ്പെടുകയാണ്. മലയേറിയ സഭയാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമം ഇതിനെ ചൊല്ലി അവർ വ്യാകുലപ്പെടുകയാണ്, ആശങ്കപ്പെടുകയാണ്. ഇതെന്തിനാണ് ഇങ്ങനെ ഒരു സംഗമം നടക്കുന്നതെന്ന് പല ആവർത്തി ഭക്തർ ചോദിച്ചു. ഇത് നിയമത്തിന് മുമ്പിൽ കൂടി വന്നതാണ്. ഹൈക്കോടതി പോലും സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നത് ഓർക്കുക. ഈ ഒരു സംഗമം ഇങ്ങനെ ധൃതി പിടിച്ച് വയ്ക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ആരൊക്കെയാണ് ഇതിൽ പങ്കെടുക്കുന്നത്? അയ്യപ്പ ഭക്തർ, സാധാരണ അയ്യപ്പ ഭക്തർക്ക് ഈ ഒരു സംഗമത്തിലൂടെ നീതി നിഷേധിക്കരുത് എന്ന് ഹൈക്കോടതിയുടെ താക്കീത് ഉണ്ട് എന്നതുകൂടി ഓർക്കുക. അപ്പോഴാണ് മലയേറിയ സഭ നേരിട്ട് രംഗത്തെത്തി ഇപ്രകാരം കൂടി പറയുന്നത്. കൊടുങ്ങൂരിലേക്ക് അരുൺ. ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു നീതി നിഷേധത്തിന്റെ കഥ കൂടിയാണ് മലയേറിയ സമൂഹം ഇന്ന് പൊതുജനങ്ങളുടെ മുന്നിലേക്ക്, സാക്ഷര കേരളത്തിന് മുന്നിലേക്ക് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ശബരിമലയുമായി അഭേദ്യമായ ബന്ധമുണ്ടായിരുന്ന ഒരു സമൂഹം അവരെങ്ങനെയാണ് ഇവിടെ നിന്നും ശബരിമലയുടെ ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെടേണ്ടി വന്നിരുന്നത് എന്നുള്ള ഒരു ദുരവസ്ഥ തന്നെയാണ് അവർ കൃത്യമായി പറഞ്ഞത്. കഴിഞ്ഞ അല്പസമയങ്ങൾക്ക് മുമ്പ് PK സജീവൻ ആ കാര്യങ്ങൾ കൃത്യമായി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ 75-ാം വാർഷികം ദേവസ്വം ബോർഡിന്റെ ആചരിക്കുമ്പോൾ, വലിയ അയ്യപ്പ സംഗമത്തോടെ ആചരിക്കുമ്പോൾ അത് ചതിയുടെ കാര്യങ്ങളാണ് ഇവർക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ചതിയുടെയും അതോടൊപ്പം തന്നെ വിശ്വാസ വഞ്ചനയുടെയും മുകളിലാണ് ഈ അയ്യപ്പ സംഗമം ഇവർ നടത്തുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. അദ്ദേഹം കൃത്യമായി പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് മലയേറിയ സമൂഹത്തിന്റെ ഒരു തീരുമാനം. അത് അവർ കൃത്യമായി തന്നെ പറഞ്ഞു. തങ്ങളുടെ പൂർവികരായി നടത്തി വന്നിരുന്ന ആചാര അനുഷ്ഠാനങ്ങൾ അത് തങ്ങളെ സംബന്ധിച്ചോളം അമൂല്യമായ ഒന്നാണ്. അത് ഒരു തരത്തിലും മാറ്റിവെക്കാൻ പറ്റുന്ന ഒന്നല്ല. അതുകൊണ്ട് കൃത്യമായി തന്നെ തങ്ങളുടെ ആ പൂർവികരിൽ നിന്നും തട്ടിയെടുത്ത അല്ലെങ്കിൽ തങ്ങളിൽ നിന്നും തട്ടിയെടുത്ത ആ അവകാശങ്ങൾ, ആ ആചാരങ്ങൾ അത് തങ്ങൾക്ക് കൃത്യമായി തിരികെ ലഭിക്കണം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് അതവർ മുന്നോട്ട് വെക്കുന്നത്. അതിൽ ഏറ്റവും സുപ്രധാനമായ ഒന്നാണ് പൊന്നമ്പലമേട്ടിൽ, ശബരിമലയുടെ മൂലസ്ഥാനമായ പൊന്നമ്പലമേട്ടിൽ ദീപം തെളിയിക്കാനുള്ള അവകാശം. അത് ഒരു കാരണവശാലും സർക്കാർ സംവിധാനത്തിലുള്ളവരല്ല ചെയ്യേണ്ടത്, തങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയില്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ തുടരെ തന്നെ ഈ ഒരു സംഗമത്തിലേക്ക് പങ്കെടുക്കാൻ മലയേറിയ സമൂഹത്തിന് വലിയ സമ്മർദ്ദമുണ്ട്. കാരണം ശബരിമലയുമായി ഏറ്റവും പ്രധാനപ്പെട്ട പന്തളം കൊട്ടാരം ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഈ മലയേറിയ സമൂഹം ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നില്ല. അങ്ങനെ വരുന്ന ഈ ഒരു സമയത്ത് എങ്ങനെയും മുഖച്ഛായ രക്ഷിക്കുക എന്നുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി ഈ പല വാഗ്ദാനങ്ങളും കൊടുത്തുകൊണ്ട് ഈ സമൂഹത്തെ ഉൾപ്പെടെ കൃത്യമായി തന്നെ വലയിലേക്ക് ആക്കാൻ അല്ലെങ്കിൽ തങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു ശ്രമങ്ങളൊക്കെ തന്നെയും പലതരത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഒന്നും തന്നെ തങ്ങൾ വീഴില്ല. അതോടൊപ്പം തന്നെ തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അത് തന്നെ കൃത്യമായി തന്നെ പറയുന്നു. ആ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ, അത് ചർച്ച ചെയ്യാനുള്ള ഒരു വേദി തരാതെ ഈ സംഗമത്തിലേക്ക് പങ്കെടുക്കില്ല എന്നുള്ള കൃത്യമായ നിലപാടാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. അനു. ശരി അരുൺ.